പേഴ്സണലായിട്ട് അറിയാം എങ്കിൽ പോലും സസ്പെൻഷന് ശേഷം എങ്ങനെയുണ്ട് ജീവിതം? ജീവിതം മുമ്പത്തെ പോലൊക്കെ തന്നെയുണ്ട്. പിന്നെ കുറച്ചുകൂടെ സത്യം പറഞ്ഞാൽ സന്തോഷകരമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം മുൻപ് പലതും നമുക്ക് ജോലി തിരക്ക് കാരണം ചെയ്യാൻ പറ്റാതിരുന്നത് മാറ്റി വെച്ചിരുന്നത് വീട്ടിൽ പ്രത്യേകിച്ചും പിന്നെ എന്താ പറയുക അമ്മയുടെ കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാത്തിനും കുറച്ചുകൂടെ സമയം കൊടുക്കാൻ സാധിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ തിരക്ക് കുറഞ്ഞിട്ടില്ല. ആക്ച്വലി കൂടിയിട്ടേ ഉള്ളൂ. അറിയാമല്ലോ. ആം, മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ സസ്പെൻഷന് ശേഷം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇല്ല. ആക്ച്വലി അതായത് ഞാൻ തിരിച്ച് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. വളരെ ഇത്രയും റിലാക്സ്ഡ് ആൻഡ് ഹാപ്പി വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ് ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പറഞ്ഞ ആൾക്കാർ വിചാരിക്കും ഇവൻ എന്തൊരു തള്ളാണെന്ന്. ബട്ട് ടു ബി ഓണസ്റ്റ് നമുക്കൊരു ശരിക്കും ഭാരം എടുത്ത് മാറ്റിയ പോലൊക്കെ ഒരു ഫീലാണ്. കാരണം അല്ലെങ്കിൽ എനിക്ക് നല്ല വർക്ക് ലോഡ് ഉണ്ടായിരുന്നു. ഒന്ന് ഈ കൃഷി വകുപ്പിൽ അത്യാവശ്യം നല്ല കുറേ കാര്യങ്ങൾ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. നല്ല ടീമുമായിരുന്നു അവിടെ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ വർക്കും നമുക്ക് ടാർഗറ്റ്സും ഒക്കെ നമ്മൾ തന്നെ ഇന്റേണലി വെക്കുന്ന കുറേ ടാർഗറ്റ്സും ഒക്കെ ഉണ്ടല്ലോ. ക്യാമ്പൂൻ്റെ ചാർട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഓട്ടവും ചാട്ടവും അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. അതിൻ്റെ ഇടയിൽ നമുക്ക് ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വീട് അത് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ട്രക്ചർഡായി നിൽക്കുന്നൊരു സംഭവമുണ്ട്. ഓഫ് കോഴ്സ് ഐ യൂസ് ടു എൻജോയ് വർക്ക്. എന്നാലും നമ്മൾ ഇൻ കമ്പാരിസൺ നോക്കുമ്പോൾ ശരിക്ക് ഒരു നല്ല ബ്രേക്ക്. പക്ഷേ ഒന്നും ചെയ്യാതിരിക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല. നമുക്ക് വേറെ ഇഷ്ടം പോലെ വർക്കുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അതായത് ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്തിരുന്നു, എന്തൊക്കെ പ്രോജക്റ്റുകളാണ് ഇപ്പോൾ ഒരുപക്ഷെ ഒന്ന് പോസ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്, ഇതിനെപ്പറ്റിയൊക്കെ നമുക്കൊരു പക്ഷേ വിശദമായിട്ട് പോകാം. ആദ്യം ഞാനിപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്ന ഇറവറൻസ് അല്ലെങ്കിൽ ബഹുമാനക്കുറവ് എന്നൊരു വാക്ക്. എനിക്ക് തോന്നുന്നത് പ്രശാന്തിൻ്റെ വിഷയം മാധ്യമങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യപ്പെട്ട വാക്ക് ഈ ബഹുമാനക്കുറവ് എന്നുള്ളതാണ്. അതിനൊരു പക്ഷേ ഫേസ്ബുക്കിലുള്ള ചില പരാമർശങ്ങളൊക്കെ തന്നെ കാരണമായിട്ടുണ്ടാകും. അപ്പോൾ ഒരു ഭാഗത്ത് മീഡിയയാണെങ്കിലും ഒരുപക്ഷേ സർക്കാരിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും നടപടികളുടെ ഭാഗമായിട്ടാണെങ്കിലും ഈ ബഹുമാനക്കുറവ് എന്നതിങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പ്രശാന്ത് കുറേയധികം ഇൻ്റർവ്യൂസ് കൊടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞിരുന്നത് മറ്റ് ചില അവകാശങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അതിലൊന്ന് ജോലി ചെയ്യാനുള്ള അവകാശം, മറ്റൊന്ന് അഭിപ്രായം പറയാനുള്ള അവകാശം, ഇനിയൊന്ന് അഭിപ്രായം ഫയലിൽ എഴുതാനുള്ള അവകാശം, ഇനി ഈ സിസ്റ്റത്തിൽ എന്തെങ്കിലും പുഴുക്കുത്തുകളുണ്ടെങ്കിൽ അതിനെ തുറന്നു കാട്ടാനുള്ള അവകാശം, ഒരു വിസിൽ ബ്ലോവറിൻ്റെ റൈറ്റ്, ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രശാന്തിൻ്റെ സ്വഭാവ ദൂഷ്യം എന്ന ഒരു ബ്രാക്കറ്റിലേക്ക് അല്ലെങ്കിൽ ബഹുമാനക്കുറവ് എന്ന ബ്രാക്കറ്റിലേക്ക് ഈ സസ്പെൻഷൻ ആധാരമായിട്ടുള്ള കാര്യങ്ങളെ ഒതുക്കാനായിട്ടുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മീഡിയ കുറേയൊക്കെ അതിനെ ആംപ്ലിഫൈ ചെയ്യുമ്പോൾ മറുഭാഗത്ത് ഈ അവകാശങ്ങൾ എന്ന് പറയുന്നതിനെ പറ്റിയുള്ള ചർച്ച ഒരു പക്ഷേ ഇത്തിരി കുറവാണെന്ന് തോന്നുന്നു. ഒരു എലഫൻ്റ് ഇൻ ദ റൂം പോലെ ആ രീതിയിലത്തേക്ക് തോന്നിയിട്ടുണ്ടോ? ഈ ഭാഗം കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല. യെസ്, ആക്ച്വലി വേണ്ടേ. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് ബഹുമാനിപ്പിക്കാൻ വേണ്ടി എന്തൊരു റെസ്പെക്റ്റ് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. റെസ്പെക്റ്റ് കമാൻഡ് ആണ് ചെയ്യാം. റെസ്പെക്റ്റ് കൊടുക്കാൻ തോന്നുന്നവർക്ക് ഞാൻ റെസ്പെക്റ്റ് ഇഷ്ടംപോലെ വാരിക്കോരി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എത്രയോ ബഹുമാനിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. പക്ഷേ ഒരാൾക്ക് പ്രായമുണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ നമ്മളെക്കാട്ടിലും സീനിയർ ആണെന്ന് വെച്ചോ, റെസ്പെക്റ്റ് ഓട്ടോമാറ്റിക്കലി കിട്ടുമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. ഇപ്പോൾ ഒരു കൊലപാതകി, അയാൾക്ക് ചിലപ്പോൾ നല്ല പ്രായമുണ്ടാവും. അപ്പോൾ കൊലപാതകി ചേട്ടാ എന്ന് വിളിച്ച് വളരെ ബഹുമാനത്തോടെ ദാറ്റ് ഡസൻറ്റ് വർക്ക് അല്ലേ. എന്താണോ അവരുടെ കർമ്മം, അവർ അതിനനുസരിച്ചാണ് അവരെ നമ്മൾ കാണുക, അവരെ രേഖപ്പെടുത്തുന്നത് ആ രീതിയിലായിരിക്കില്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള റെസ്പെക്റ്റൊക്കെ കിട്ടുള്ളൂ. റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലല്ല പെരുമാറുന്നതെങ്കിൽ ആരാണെങ്കിലും എത്ര വലിയ കുമ്പത്തെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരി, എൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു റെസ്പെക്റ്റ് അങ്ങനെ ഒരു സാധനമൊന്നും എനിക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാൻ ലേശം കുറവാണ്. അപ്പോൾ ചിലപ്പോൾ ആ രീതിയിലൊക്കെ ഒരുപക്ഷെ അപ്പോൾ എന്നാലും മനഃപൂർവ്വം ഹേർട്ട് ചെയ്യാൻ വേണ്ടിയൊന്നും ഞാൻ അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല. അപ്പോൾ ഒരു ആം, അറിയാലോ അത്യാവശ്യം ലേശം സർക്കാസ്റ്റിക് ആയിട്ട് ചിലപ്പോഴൊക്കെ പറഞ്ഞു ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് നോർമലാണ്. ഈ ഭയങ്കര ഒരു ട്രഡീഷണൽ ആയിട്ട് അച്ചടി ഭാഷയിൽ മാത്രം സംസാരിച്ച് ഒരു എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ ഏഹ്, അച്ചടി ഭാഷയിൽ അതങ്ങനെ കൺവേ ചെയ്ത് പറയേണ്ടടുത്ത് മാത്രം പറഞ്ഞ് എനിക്ക് തോന്നുന്നു ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. ഇത് ഒരു ഒരു കൺട്രോൾ ഫ്രീക്ക് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ സമൂഹത്തിലും അല്ലെങ്കിൽ മീഡിയയിലൊക്കെ പൊതുവെ ചർച്ചകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ അങ്ങനെ പറയുന്നത് ശരിയല്ല. അല്ലെങ്കിൽ അങ്ങനെ അത് ഒഴിവാക്കാമായിരുന്നു. എന്തിനു ഒഴിവാക്കണം? നമ്മുടെ റൈറ്റ് ടു ഫ്രീ സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിനകത്ത് റൈറ്റ് ടു ഒഫൻഡ് കൂടെ ഉണ്ട്. അതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നതാണ് എനിക്ക് അത്ഭുതം. അല്ലാതെ എല്ലാവരെയും സൂചിപ്പിച്ച് സംസാരിക്കാൻ വേണ്ടിയൊന്നുമല്ല ഭരണഘടനയിൽ അവകാശങ്ങൾ വെച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 19(1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമാണ്. അതിനകത്തുള്ള റെസ്ട്രിക്ഷൻസ് 19(2) മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 19(2) പറയാത്ത അതിനകത്ത് അക്കമിട്ട് ഒരു 9 ഐറ്റംസ് പറയുന്നുണ്ട്. അതിൽ കവിഞ്ഞിട്ട് ഒരു റെസ്ട്രിക്ഷൻ ഇവിടെ സമൂഹം അങ്ങ് അടിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു 10 ആൾ കൂടിയിരുന്നിട്ട് അങ്ങ് തീരുമാനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അങ്ങനെ അത് ഒരു എന്താ പറയുക, ഞാൻ എപ്പോഴും പറഞ്ഞ് ഏഹ്, എന്താ പറയുക, നിയമ വിദ്യാർത്ഥി എന്നുള്ള ആംഗിൾ പറയുമ്പോഴേ എൻ്റെ ഭാര്യ പറയാറുണ്ട്, നിങ്ങൾ ബിഎ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്ന മാതിരി എപ്പോഴും അത് പറയരുത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി പറഞ്ഞു പോകും. കാരണം ഒരു ലീഗൽ ലിറ്ററസി അത്രയ്ക്ക് മോശമാണോ നമ്മുടെ കേരളത്തിൽ നിന്ന്? കാരണം ഭരണഘടനയിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. എന്നാലും എന്നൊക്കെ സംസാരിക്കാൻ ആൾക്കാർക്ക് തോന്നുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ ഫുൾ സിസ്റ്റം എല്ലാത്തിൻ്റെ അടിത്തറ ഭരണഘടനയാണ്. ഈ ഹൈറാർക്കി ഓഫ് ലോസ് പോലും പലർക്കും അറിയില്ല. ഹൈറാർക്കി ഓഫ് ലോ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷൻസിൽ ഇരിക്കുന്നവർക്ക് പോലും ധാരണയില്ല. കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും മേലെ എന്നും അതിന് താഴെ പിന്നെ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളാണെന്നും പിന്നെ ഓഫ് കോഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് ആണോ സ്റ്റേറ്റ് ലിസ്റ്റ് ആണോ എന്ന് അസംബ്ലി പാസ്സാക്കുന്ന നിയമങ്ങൾ, നിയമങ്ങളുടെ കീഴിൽ പിന്നെ റൂളുകളുടെയും താഴെ മാത്രമേ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് വരുള്ളൂ. നമ്മളിവിടെ പക്ഷേ സാധാരണ ഒരു സർക്കുലർ ഇറക്കിയിട്ടോ അല്ലെങ്കിൽ ഓഫീസ് ഓർഡറൊക്കെ ഇറക്കിയിട്ട് ഭരണഘടനയുടെ മേലെ കയറാൻ പറ്റുമെന്ന് ചിലർ വിശ്വസിക്കുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത്. ഇതിൽ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ മുമ്പ് വേറൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുക എന്ന് പറയുന്നത് അനുവദിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കോണ്ടെക്സ്റ്റ് വേറെയാണ്, പക്ഷേ എങ്കിൽ പോലും ആ വാക്കുകൾ പ്രസക്തമാണ്. അതിനർത്ഥം തന്നെ ഒരു ഫ്രീ ഹാൻഡ് ഒരാളിൻ്റെ അയാളുടെ വർക്കിൽ ഉണ്ടാകണം, അയാൾക്ക് അർഹിക്കുന്ന സ്വാതന്ത്ര്യം അയാൾക്ക് ലഭിച്ചിരിക്കണം എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു പൊസിഷൻ ഉള്ളപ്പോൾ പോലും ഈ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്ത് അത് എത്രത്തോളം എളുപ്പമാണ്? അതല്ല എങ്കിൽ ചില ആൾക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥരുടെ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് ഹൈറാർക്കി പറഞ്ഞു കഴിഞ്ഞാൽ, മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ താഴെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ മനോവീര്യം കെടുത്താനായിട്ട് സാധിക്കുന്ന ഒരു സിസ്റ്റമാണോ നമ്മുടെ നാട്ടിലുള്ളത്? അത് ഈ സിസ്റ്റത്തിൻ്റെ ഒരു ഇൻഹെറൻറ്റ് ഡിഫക്റ്റ് ആണോ? എനിക്ക് തോന്നുന്നു എല്ലാ ഓർഗനൈസേഷനിലും ഈ പ്രശ്നമുണ്ട്. നമ്മൾ ഈവൻ സ്വകാര്യ മേഖലയിൽ എടുത്താൽ പോലും അവിടെയും സ്ട്രക്ചറിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. ഇപ്പോൾ വളരെ സൈക്കോപാത്തിക് ആയിട്ടുള്ള ബോസസ് ഉണ്ട്. അങ്ങനെയൊക്കെ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഗവൺമെൻറ്റിനകത്ത് നമ്മൾ സാധാരണ റൂൾ ബൗണ്ടായിട്ട് പോകാനാണ് ശ്രമിക്കുക. നിയമം വേണം, ആ ഒരു സിസ്റ്റം വേണം, പ്രസിഡൻസ് വേണം, പിന്നെ ഏറ്റവും പ്രധാനം ഭരണഘടന. നമ്മുടെ കോണ്ടക്ട് റൂളിനകത്ത് പോലും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് അലൈൻ ചെയ്ത് വേണം നമ്മുടെ എല്ലാ പ്രവൃത്തികളും വളരെ ക്ലിയർ ആയിട്ട് അതിനകത്ത് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതിനനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ, റൂൾ അനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ വ്യക്തികൾ ഇറലവൻ്റ് ആവും. അപ്പം റൂള് പറയുന്നത് ഇപ്പോൾ താഴെയുള്ള ഉദ്യോഗസ്ഥനാണോ മേലെയുള്ള ഉദ്യോഗസ്ഥനാണോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. റൂൾ ആരാണോ കറക്റ്റ് പറയുന്നത്. സിസ്റ്റം അങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിനകത്താണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫയൽ പുട്ടപ്പ് ചെയ്യാണ്. ഇപ്പം സെക്ഷൻ ഓഫീസർ പുട്ടപ്പ് ചെയ്ത് ഇങ്ങനെ വരികയാണ്. DSും എല്ലാവരും കണ്ട്, ജോയിൻറ്റ് സെക്രട്ടറി കണ്ട്, അഡീഷണൽ സെക്രട്ടറി കണ്ട്, സ്പെഷ്യൽ സെക്രട്ടറി കണ്ട്, ചിലപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോ കണ്ട് അങ്ങനെ പോകും. മിനിസ്റ്റർക്ക് പോകും. അപ്പോൾ ഓരോരുത്തരും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തും. മുകളിലോട്ട് വരുന്തോറും അവർക്ക് പോളിസി ലെവലിലൊക്കെ അഭിപ്രായം പറയാം. ഈ പോകുന്നതിൽ എല്ലാവരുടെ നോട്ട് അക്കമിട്ടിട്ടുണ്ടാവും. അവസാനം മിനിസ്റ്റർക്ക് ചൂസ് ചെയ്യാം. ചിലപ്പോൾ അദ്ദേഹം ചൂസ് ചെയ്യാൻ ആദ്യത്തെ ചിലപ്പോൾ DSൻ്റെ നോട്ടോ അല്ലെങ്കിൽ അഡീഷണൽ സെക്രട്ടറിയുടെ നോട്ടോ ആയിരിക്കും അംഗീകരിച്ചു എന്നും പറഞ്ഞിട്ട് തിരിച്ച് ഫയൽ വരിക. അപ്പോൾ അതിന് മേലിലുള്ളവരൊക്കെ എഴുതിയത് അതിന് വിലയില്ല. അങ്ങനെയാണ് സിസ്റ്റം. എന്തുകൊണ്ടാണ് താഴെയുള്ള ആളുടെ എടുക്കുന്നതെന്ന് വെച്ചാൽ മിനിസ്റ്റർക്ക് അത് ബോധ്യപ്പെട്ടു. അപ്പോൾ അത് റൂൾ പ്രകാരം കറക്റ്റാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നുകൊണ്ടാണ്. അതിലിപ്പോൾ മേലുള്ളവർ അസൂയപ്പെടുകയോ പ്രശ്നം ഉണ്ടാക്കുകയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ സ്പെഷ്യൽ സെക്രട്ടറിയുടെ പല നോട്ടുകളും ഒരു പക്ഷേ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നോട്ടിനെക്കാട്ടിലും വിലമതിക്കുന്ന മന്ത്രിമാരുണ്ടാവാം. അതിന് ഈഗോ ഒന്നും തോന്നിയിട്ട് കാര്യമില്ല. അത് ആ രീതിയിൽ നോട്ട് എഴുതണം, പഠിച്ചിട്ട് വിഷയം പഠിച്ചിട്ട് എഴുതണം എന്നുള്ളതാണ് അതിൻ്റെ പോയിന്റ്. അപ്പോൾ റൂൾ ബൗണ്ട് ആണെങ്കിൽ വ്യക്തികൾ ഇറലവൻ്റ് ആവും. പക്ഷേ വ്യക്തികൾക്ക് ഈഗോ അടിച്ചു തുടങ്ങിയാൽ, ഇപ്പം ഞാൻ മുകളിലിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് വാശി പിടിക്കാൻ തുടങ്ങിയാൽ, ഇതിപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ ചുമ്മാ വാശി പിടിക്കുകയാണ്, ഞാൻ മേലുദ്യോഗസ്ഥനാണ്, അതുകൊണ്ട് എൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നതൊക്കെ ഓട്ടോമാറ്റിക്കലി അങ്ങ് നള്ളിഫൈഡ് ആയി പോകും, തെറ്റായി പോകും എന്ന് പറഞ്ഞാൽ വർക്ക് അങ്ങനെ അല്ലല്ലോ അത്. എസ്പെഷ്യലി ഗവൺമെൻറ്റിനകത്ത് അങ്ങനെയേ അല്ല. ചിലപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ അങ്ങനെ നടക്കുമായിരിക്കും. എൻ്റെ സ്വന്തം കച്ചവടമൊക്കെ ആണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പറയാം, ഞാനാണ് കാശ് ഇറക്കുന്നത്, ഞാൻ പറഞ്ഞാൽ അവിടെ നടന്നാൽ മതി. അങ്ങനെയല്ല. ഗവൺമെൻറ്റിനകത്ത് റൂൾ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്, പ്രൊസീജിയർ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്, ആൻഡ് ഇൻറ്റൻഷൻ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്.
അങ്ങനെ വരുമ്പോ ഈഗോ അടിച്ചിട്ട് ഈ സിസ്റ്റത്തിനെ റൂളിൽ നിന്ന് വ്യതിചലിപ്പിച്ചിട്ട് ഞാനാണ് ഇവിടെ രാജാവ് എന്ന ലൈനിൽ എടുക്കാൻ തുടങ്ങിയാൽ അതൊരു പത്തോളജിക്കൽ സിറ്റുവേഷനാണ്. അങ്ങനെ ഉണ്ടാവുന്നുണ്ട് പലപ്പോഴും. അത് ആക്ച്വലി ഫാക്റ്റാണ്. അത് ഞങ്ങളൊന്നുമല്ല ശരിക്കും അനുഭവിക്കുന്നത്. ആം, ഇപ്പോൾ ഐഎഎസുകാർക്ക് സത്യം പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ പോലും ഉണ്ട്. ആർട്ടിക്കിൾ 309 മറ്റൊക്കെ ഉണ്ട്. പ്രസിഡന്റാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെയൊക്കെ മാറ്റുകയോ തൊടുകയൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ യുപിഎസ്സി അവർ ഒത്തിരി പ്രൊസീജിയറൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ യാതൊരു സുരക്ഷയും കിട്ടാതെ താഴെക്കിടയിൽ വർക്ക് ചെയ്യുന്ന എത്രയോ ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പോൾ വില്ലേജ് ഓഫീസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിഎച്ചിയിലെ ഒരു സ്റ്റാഫ് ആയിക്കോട്ടെ, നേഴ്സ് ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ഇവർക്കൊന്നും ഇങ്ങനൊരു പ്രൊട്ടക്ഷനൊന്നുമില്ല. എന്നിട്ടും അവർ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. 100 പ്രഷറിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. ശരിക്കും അവരെയാണ് തൊഴേണ്ടത്. അവര് എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടാവുമെന്ന് ചിലപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കാറുമുണ്ട്. കാരണം നമ്മൾ അറിയാറുമുണ്ട് പലപ്പോഴും. ഇവിടെ ഈ ഇങ്ങനെയൊക്കെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുടെ അടുത്തുനിന്ന് നമുക്ക് ഇൻപുട്സ് കിട്ടാറുമുണ്ട് ചില കാര്യങ്ങൾ. ഇൻക്ലൂഡിങ് സീനിയർ ഓഫീസേഴ്സ് ഉൾപ്പെടെ അവരെ ഉപദ്രവിക്കുന്നതും മറ്റൊക്കെ. ഇറ്റ്സ് ആക്ച്വലി സാഡ്. സിസ്റ്റത്തിൻ്റെ ഒരു ജീർണതയാണ് ഇത് കാണിക്കുന്നത്.